നമസ്കാരം. നമ്മുടെ വീടുകളിലും ബന്ധങ്ങളിലുമൊക്കെ വിള്ളൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു വ്യക്തി വീട് കയറി താമസം പാലുകാച്ചൽ കർമ്മം ഗംഭീരമായി നടത്തി. അതിൽ ഒരുപാട് ആൾക്കാർ വന്നു. കുറേ ആൾക്കാർ പറഞ്ഞു വീടിൻ്റെ ഡിസൈൻ അടിപൊളിയായി. കുറേ ആൾക്കാർ നിലത്തിൻ്റെ കാര്യങ്ങൾ അടിപൊളിയായി, വീട് മൊത്തം അടിപൊളിയായി, സൂപ്പറായി. ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞ് പോയി. അതിൽ ഒരു വ്യക്തി പറഞ്ഞു അത് ചെറിയൊരു വിള്ളലുണ്ട് കേട്ടോ ഈ ഭാഗത്ത്, ചെറിയൊരു ഭാഗത്ത്. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു അത് സാരമില്ല, വലിയ ചെറിയൊരു വിള്ളലല്ലോ. അങ്ങനെ അദ്ദേഹം അത് നിസ്സാരമായി കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ആ വിള്ളൽ കാണുമ്പോൾ ഇത് ചെറുതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചങ്ങനെ നിസ്സാരമായി തരും. അങ്ങനെ 1-2 വർഷം കഴിഞ്ഞു. വലിയൊരു പേമാരിയും കൊടുങ്കാറ്റും ശക്തമായി വീശിയ സമയത്ത് ആ വിള്ളൽ വലിയ ശബ്ദത്തോടുകൂടി ആ ഭാഗത്തെ ചുമരങ്ങനെ അടർന്ന് പൊട്ടി വീണു. അദ്ദേഹം ഞെട്ടിപ്പോയി. ചെറിയൊരു വിള്ളലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അദ്ദേഹം നിസ്സാരമായി കണ്ടത് അത് നല്ലൊരു വീടിൻ്റെ പതനത്തിനാണ് ഇടം നൽകിയത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കത് വലിയ രീതിയിൽ ബാധിക്കും. ബിസിനസ്സിലായിക്കോട്ടെ, ടീമിൻ്റെ ഇടയിലായിക്കോട്ടെ, നമ്മൾ മാർക്കറ്റിംഗ് ടീമുണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ നിസ്സാരമായി കണ്ട് തള്ളിക്കളയാതെ അതിനെ എത്രയും പെട്ടെന്ന് വിളിച്ചിരുത്തി അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരം കണ്ടെത്തി ആ ചെറിയ വിള്ളൽ നികത്തിയിട്ടില്ല എങ്കിൽ അത് വലിയൊരു പതനത്തിലേക്കായിരുന്നു തീർച്ചയായും സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ചെറിയ വിള്ളൽ വരുമ്പോൾ കുടുംബത്തിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ടീമിലായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ചെറിയ ചെറിയ വിള്ളൽ വരുമ്പോൾ അത് തികച്ചും പെട്ടെന്ന് തന്നെ പരിഹരിച്ച് ആ വിള്ളലുകൾ നികത്തേണ്ടതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.